മലയാള സിനിമ മാറ്റങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയും ഒപ്പം അഭിനേതാക്കളും. ഇന്നിപ്പോ ഇവിടെ സ്പോട്ട്ലൈറ്റിലുള്ള എന്റെ ഗസ്റ്റ് ആദ്യം പേരോർത്തിരിക്കാത്ത കഥാപാത്രങ്ങളായിട്ടും പിന്നീട് പല പല കഥാപാത്രങ്ങളിലൂടെ പേരെടുത്തും അവസാനം പേരിന് പ്രസക്തി ഇല്ലാന്ന് തെളിയിച്ചുകൊണ്ട് പേരറിയാത്തവർ എന്ന് പറഞ്ഞ സിനിമയിലൂടെ 2013 മികച്ച നടനുള്ള ദേശീയ അവാർഡ് മലയാളക്കരയ്ക്ക് നേടിത്തന്ന ആ നടൻ സുരാജ് വെഞ്ഞാറമൂട്. എന്തൊക്കെയുണ്ട് ശാലിനി വിശേഷം? സുഖമായിട്ടിരിക്കണം. ഞാനോട് ചോദിക്കട്ടെ, സുഖമായിട്ടില്ല ഇരിക്കണേ? എന്തോ ഒരു സുഖക്കേട്. അല്ല, ഇപ്പൊ നല്ല സുഖമാണ്. ആ കൂടി മെലിഞ്ഞു പോയല്ലോ. മനഃപൂർവ്വമാണോ മെലിഞ്ഞത്? അത് ശരിക്കും സലീമേട്ടനെ ഈ നിമിഷം ഓർക്കുകയാണ്. കാരണം പുള്ളി മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, ഹിന്ദിയിലൊക്കെ അമിതാഭ് ബച്ചനോ ഇല്ലെങ്കിൽ ഷാറൂഖ് ഖാനോ ആരെങ്കിലും ഒക്കെ തടി കുറയ്ക്കുന്നെങ്കിൽ അത് ക്യാരക്ടറിന് വേണ്ടി, സുരാജോ സലീംകുമാറോ കുറയ്ക്കുകയാണെങ്കിൽ ഷുഗർ ആണോ എന്നൊരു ഡൗട്ട്. ഇല്ല, എന്തായാലും അസുഖമൊന്നുമല്ല. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന ദൃക്സാക്ഷിയും എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മെലിഞ്ഞത്. ഒരു 7 കിലോ കുറച്ചു. പക്ഷെ നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, ഒരാളെ കാണുമ്പോ മെലിഞ്ഞു പോയാലും സത്യമാണ്. അത് ശാലിനി പറഞ്ഞ കറക്റ്റ് ആണ്. കാരണം ഞാൻ കുറച്ച് തടി വെച്ചിരുന്നപ്പോ സ്ട്രെയിറ്റ് ആൾക്കാർ കാണുമ്പോ എന്റെ നാട്ടുകാരും ചോദിക്കും, ഇതെന്താ ഇങ്ങനെ ഭയങ്കര തടിയാണ് കേട്ടോ, സിനിമയിലല്ല ഇത് വയറൊക്കെ കുറയ്ക്കിയത് മോശമാണ്, ഇത് എന്താണ് ഇങ്ങനെ തടി വെച്ച് പോകുന്നത്. കുറഞ്ഞാ ചോദിക്കും ഇതേ ചോദ്യം തന്നെയാണ്, എന്ത് പറ്റി. ഇനിയും കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വേറെ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചു കുറയ്ക്കാത്ത. ഇപ്പൊ ഷുഗർ വരെ എത്തിയിട്ടുള്ളൂ. അല്ല, എനിക്ക് ഇനി കുറയ്ക്കണമെന്നുണ്ട്. സ്പോട്ട്ലൈറ്റിൽ ഞാനിവിടെ പറഞ്ഞു തുടങ്ങിയതേ പേരില്ലാത്ത കഥാപാത്രത്തിൽ നിന്ന് സഹനടനായി, പിന്നെ ഹാസ്യനടനായി, പിന്നെ കേന്ദ്ര കഥാപാത്രമായി, ഇപ്പൊ ക്യാരക്ടർ റോളൊക്കെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കാവുന്ന ഒരു നടനായിട്ട് സുരാജ് വെഞ്ഞാറമൂട് വളർന്ന് പന്തലിച്ചു എന്നാണ്. 250 മേളില് സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. അന്നൊന്നും കഥാപാത്രങ്ങൾ ഇന്നതാണെന്നൊന്നും പറഞ്ഞു വ്യക്തമാക്കിയൊന്നും തരത്തില്ല. ഇന്ന സുഹൃത്താണ് 4 പേരിൽ ഒരാള്, ഇല്ലെങ്കിൽ നായകന്റെ സുഹൃത്ത്, ഇല്ലെങ്കിൽ നായകന്റെ അളിയൻ, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഫുൾ സ്ക്രിപ്റ്റ് നമുക്ക് തരികയില്ലേ, കഥ ഇന്നതാണെന്ന് ചില ആൾക്കാർ, സന്മനസ്സുള്ള ആൾക്കാരൊക്കെ, ചില തിരക്കഥാകൃത്തും ഡയറക്ടേഴ്സും ഒക്കെ പറഞ്ഞത് ചിലർ പറയാറില്ല. ചില ക്യാരക്ടർ ഇന്നതാന്ന് പറഞ്ഞിട്ട് സെറ്റിൽ ചെല്ലുമ്പോ മാറാറൊക്കെ ഇല്ലേ? അതൊക്കെ മാറി. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഞാനേ മാറിപ്പോകും. ലൊക്കേഷൻ വരെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെയാണ് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പൊ എത്തി നിൽക്കുന്ന ഈ ഒരു ദൂരം. 2013 മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷമാണോ ബോധപൂർവ്വം ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ റോള് കാര്യമായിട്ട് ഇത്തിരി കാമ്പുള്ള വേഷം ചെയ്യാൻ എനിക്കുണ്ട് എന്ന് തോന്നുന്ന വേഷങ്ങളൊക്കെ എടുത്തു തുടങ്ങിയ? ഇല്ല, ശരിക്കും പല ആൾക്കാരും എന്നോട് ചോദിച്ചു, നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണോ പടം ചെയ്തത്. എന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു. അത് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്തത് ഒന്നുമല്ല. ഞാൻ ഡോക്ടർ ബിജു സാറിന്റെ ഒരു പടം, അവാർഡ് സത്യത്തിൽ പ്രതീക്ഷിച്ചേ ഇല്ല. സിനിമയെല്ലാം കഴിഞ്ഞ ഏകദേശം ഒരു 3/4 ഭാഗമൊക്കെ എത്തിയപ്പോൾ ആൾക്കാരൊക്കെ, അതിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ കണ്ടു, ഇത് ചർച്ച ചെയ്യുന്ന ഒരു പടമായിരിക്കും കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ അതിലൊരു സന്തോഷം. കിട്ടിയപ്പോൾ അതിലേറെ സന്തോഷം. പിന്നെ ഞാൻ അതിനുശേഷം ഇപ്പൊ ഇന്നതേ ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാൻ വാശി പിടിച്ച് മാറി നിന്നിട്ടില്ല. മനുഷ്യജന്മം ഒരു പ്രാവശ്യമുള്ളൂ. നമ്മളെ കൊണ്ട് ഇപ്പൊ ഈ ജന്മം കിട്ടുന്ന കുറച്ച് ടൈമുണ്ട്. ആ ടൈമിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേദനയില്ലാത്ത എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് സന്തോഷിച്ച് ചെയ്താൽ ഹാപ്പിയാണ്. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ആദ്യകാലത്തൊക്കെ കഥാപാത്രം എന്താണെന്ന് നോക്കൂല, വിളിക്കും, അപ്പൊ പോകുന്നല്ലേ. അത്രേ ഉള്ളൂ. കാരണം ഞാൻ അന്ന് ഒരുപാട് ആഗ്രഹിച്ചു എനിക്കൊരു നല്ല കഥാപാത്രം ചെയ്യണമെന്ന്. ഏതൊരു മനുഷ്യനും കുറെ ആവുമ്പോ മനസ്സിലാവും. അപ്പം നമ്മൾ ഓട്ടത്തിലാണ്. ഈ കഥ പറഞ്ഞു തരുന്നില്ലല്ലോ. ഇവിടെ 10 ദിവസം, ഈ സിനിമ കഴിഞ്ഞാൽ അടുത്തതേ 10 ദിവസം, അത് കഴിഞ്ഞിട്ട് 25 ദിവസം അപ്പുറത്ത്. ഈ ദിവസമാണ് പറയുന്നത്, ക്യാരക്ടർ അല്ല അന്ന്. ഇന്നാണ് ക്യാരക്ടർ പറയുന്നത്, ദിവസം പിന്നെയാണ്. ഇപ്പൊ ഇന്നൊരു ഡയറക്ടറുടെ പടം, ഏതോ എന്നിട്ട് വേണം നിനക്കെന്നെ വീട്ടിൽ ഇരുത്തിയേ പറ്റൂല അല്ലേ. എനിക്ക് സുഖമാണ് ഞാൻ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പൊ ഹലോ സുരാജ്, ഇന്ന ഡയറക്ടറുടെ പടമാണ് കേട്ടോ. ശരി ഏട്ടാ. എന്താ ഏട്ടാ, നടന്റെ കൂട്ടുകാരനായിട്ടാ എത്ര ദിവസം കൊണ്ടാ? ഒരു 30 ദിവസം കിട്ടുമോ? അങ്ങനെയാണ് നടന്റെ കൂട്ടുകാരൻ. ആദ്യം കഥാപാത്രമല്ല. ഇന്ന് പക്ഷെ എല്ലാവരും ഇന്നയാണ് ക്യാരക്ടർ എന്ന് പറയാറുണ്ട്. ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വായിക്കോ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വായിച്ചോ? അങ്ങനെ ഡെയിലി സ്ക്രിപ്റ്റ് വായിക്കാൻ തിരുത്തുവോ? ഞാൻ കയറി തിരുത്തി കഴിഞ്ഞാൽ ഉടനെ തിരക്കഥാകൃത്ത് പറയാം, ഇതിലൊരു ചെറിയ തിരുത്തുണ്ട് സുരാജ്. എന്താ നീ മാറി പകരം വേറൊരാൾ വന്നു. എന്തിനാടോ, നമുക്ക് സജഷൻസ് ഒക്കെ പറയാം, സാർ ഇന്നതല്ലേ എന്ന്. അത് ഒരു സിനിമയുടെ ഫൈനലി വാക്കെന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടർ തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഓക്കെ ആണെങ്കിൽ നല്ലതിനെ എടുക്കാറുണ്ട്, അല്ലാത്തതിന് വേണ്ടെന്ന് പറയാറുണ്ട്. അതിന് തിരുത്തല് എന്നല്ല അതിന് പറയുന്നത്, ഇംപ്രവൈസേഷൻ. ഇപ്പോ ഏകദേശം 250 പടായില്ലേ മലയാളത്തില്? കറക്റ്റ് ആയിട്ട് ഞാൻ ഓർത്തു വെക്കുന്നു 250 മേളിൽ. അത് എങ്ങനെ ഓർത്തു വെക്കുന്നു എന്നുള്ള ശാലിനിയുടെ ഡൗട്ട്. അത് ഞാൻ പറഞ്ഞുതരാം. സംഭവം, ഒരു പടം റിലീസാകുന്ന സമയത്ത് ആ ഡബ്ബിംഗ് കഴിയുമ്പോഴാണ് നമുക്ക് ഫുൾ ക്യാഷ് തരുന്നത്. ആ ക്യാഷ് തരുന്ന സമയത്ത് ഞാൻ ഇത് കൊണ്ടുപോയി വീട്ടിൽ കൊടുത്തിട്ട് എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഈ പടം എന്ന് റിലീസാകുന്നു അന്ന് 1 പവന്റെ ഒരു കോയിൻ വാങ്ങണം. റിലീസായ മാത്രം? റിലീസാവുന്ന പടം എനിക്ക് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാം. പിന്നെ അത് റിലീസാവണ, പക്ഷെ റിലീസാകണ ദിവസം ഒന്നും ഞാൻ ഭാര്യയോട് പറയാൻ കാരണം ആ പടം അവളും കണ്ടിരിക്കണം.
ആ പടം ഒന്ന് കാണുക. കാരണം ഈ പൈസ ഈ പരിപാടി ചെയ്തിട്ടാണല്ലോ വീട്ടിൽ കൊണ്ടുവരുന്നത്. ഒരു ഓർമ്മ വേണം. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയും, ഒരുപക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പോയി. അങ്ങനെ എല്ലാ പടങ്ങളും പലതും കണ്ട് അങ്ങനെ പലതിനും എന്നെ വിമർശിക്കാറുണ്ട്. ഇന്ന സിനിമ അങ്ങനെ പോയി ചെയ്യരുതേ. അപ്പൊ ചിലതൊക്കെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ ആ സമയത്ത് ഞാൻ ഓരോ പടത്തിനും റിലീസാകുന്ന സമയത്ത് ഓരോ കോയിൻ വാങ്ങും. അങ്ങനെ ഒരു 10 ചില്ലുവാനം എന്താ ശാലിനി 10-15 പടം സമാധാനമല്ല, 0 കുറവേ ഉള്ളൂ. അങ്ങനെ അതുവരെ ഞാൻ കോയിൻ വാങ്ങുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എണ്ണിയത് പടങ്ങൾ. എന്നാലും ഓരോ പടത്തും ഞാൻ എഴുതിയിടും. ഞാനെന്നല്ല, എന്റെ ഭാര്യ തന്നെ എഴുതിയിട്ട് കറക്റ്റ് ആയിട്ട് വെക്കും. അതുകൊണ്ടാണ് ഞാൻ 250 മേളിലെത്തി. ഇപ്പൊ എത്രയാണെന്നുള്ളത് ഇന്നിപ്പോ വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം. കോയിൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് വിളിച്ചു പറയാം അല്ലേ? അപ്പൊ ഓരോ കഥാപാത്രങ്ങളും ഇപ്പൊ കൃത്യമായി പഠിച്ചതിന് ഹോംവർക്ക് ഒക്കെ ചെയ്യും. പിന്നെ ഇപ്പൊ കഥാപാത്രങ്ങൾ കിട്ടുമ്പോ അതിന്റെ ഏത് ലെവൽ വരെ പോകാം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കും. എബിയിൽ എന്താ ചെയ്തേ കേക്കട്ടെ? എബിയില് ശരിക്കും അതിന്റെ ഡയറക്ടറോട് തന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കും. ഈ ക്യാരക്ടർ ഇന്ന ഇതൊക്കെ ചെയ്യില്ലേ, KCB അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അത്യാവശ്യം ഇംഗ്ലീഷും അറിയാവുന്ന ആളാണ്. ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്യില്ല. അപ്പൊ ആദ്യമേ മണ്ടത്തരങ്ങളെല്ലാം കട്ടി എല്ലാം സീരിയസ് ആക്കി. സീരിയസ് മണ്ടത്തരങ്ങൾ അത് സംഭവിക്കുന്നതല്ലേ. ഇപ്പൊ ഒരു ബാർബർ ഷാപ്പിൽ കയറുന്നുണ്ട്. കയറാൻ നേരത്ത് ഞാൻ വെറുതെ പറഞ്ഞ ഡയലോഗാ. അങ്ങോട്ട് വരുമ്പോ അവൻ കൂളിംഗ് ഗ്ലാസ്, ഒരു കാരണവശാലും ബാർബർ ഷാപ്പിൽ അടഞ്ഞു കിടക്കുന്ന മുറിയിൽ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നവൻ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് അവൻ ഷൈനിങ്ങിന് വെച്ചതാ. പക്ഷെ ഞാൻ കയറിയപ്പോ എനിക്ക് ആദ്യം തോന്നിയത് കണ്ണിത്തിനോണെങ്കിൽ എടുക്കണ്ട വെച്ചോളൂ എന്ന് പറയുന്നു. അത് സീരിയസ് ആയിട്ട് ഞാൻ അവിടെ പറഞ്ഞ കഴിഞ്ഞിട്ടാ. അപ്പൊ അവിടെ നിന്ന് ഡയറക്ടർ പറഞ്ഞു അത് ഓക്കെയാണ്, അത് പറയാം, കൊള്ളാം. ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് സജഷൻ കൊടുത്ത് അവസാനം ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയോ, സുരാജ് എവിടെ ഒരു സജഷൻ കിട്ടാനുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ എല്ലാത്തിലും കയറി സജഷൻ പറയാറില്ല. അവിടെ എന്തെങ്കിലും ഹ്യൂമർ ജനറേറ്റ് ആകാൻ സാധ്യതയുണ്ട് എന്നൊരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം തന്നെ ചിലപ്പം പറയും അദ്ദേഹത്തിന് കിട്ടിയില്ല എങ്കിൽ സ്പോട്ടിൽ സുരാജ് എന്തെങ്കിലും ഒന്ന്, ഞാനും പറയും കറക്റ്റ്, ഞാനും അതാ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടും. എബി എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു ഡയലോഗിലാണ്. ഈ പറക്കലിന്റെ രസം ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴെ ഇറങ്ങിയാലും കണ്ണ് ആകാശത്തോട്ടായിരിക്കും എന്നുള്ളത്. അതെ, അതിപ്പോ കവി ഉദ്ദേശിച്ചത് സ്വപ്നത്തിന്റെ പുറകെ ഉള്ള യാത്രയാണ്. ഞാൻ ഈ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിന്റെ പുറകെ പോകുന്ന ആളല്ല. എന്നെ ഉറക്കം കെടുത്തുന്ന സ്വപ്നം, അതിന്റെ പുറകെ പോകാനാണ് എനിക്ക് ഇഷ്ടം. എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഡയലോഗ്. ഒരു മഹാനായ ഒരാള് പറഞ്ഞതാ. പട്ടാളക്കാരനാവാൻ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ 10ലൊക്കെ പഠിക്കുന്ന സമയത്ത്? അതിനുശേഷം പിന്നെ മിമിക്രി എന്ന് പറഞ്ഞിട്ട് പോയതാണോ അത് പറ്റാതായപ്പോ? പിന്നെ കൈയും കാലം ഒടിഞ്ഞു കഴിഞ്ഞാൽ ആര് പട്ടാളത്തിലെടുക്കാൻ? അല്ല, അതെനിക്ക് മനസ്സിലായി. അതിനുശേഷം അപ്പൊ വേറെ ഓപ്ഷൻ എന്നുള്ള നിലയ്ക്കാണോ മിമിക്രി? അത് ഇഷ്ടപ്പെട്ടെന്നെ ചെയ്താണോ? അതെനിക്കെല്ലാം ഇഷ്ടമായിരുന്നല്ലോ. ആ സമയത്ത് നമുക്ക് എല്ലാം ചെയ്യാനായിട്ടല്ലേ നിൽക്കുന്ന ആ പ്രായമല്ലേ. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കണം, ഇനി എന്ത് ചെയ്യാം, കൈ ഒടിഞ്ഞ് വീട്ടുകാർ പറയുന്നു പഠിക്കാൻ, എന്നാ പഠിക്കാൻ പോവാം. എന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. സ്കൂൾ ഫസ്റ്റ് വാങ്ങിച്ചവനും എന്റെ കൂടെ ഉണ്ടായിരുന്നു, അവനും കലാകാരനായിരുന്നു. ഞാൻ പറഞ്ഞ അളയാ നമുക്ക് ഉഴപ്പാം. അവൻ കേട്ടില്ല. അവൻ നന്നായി. ഈ അടുത്ത സമയത്ത് അവൻ എന്നെ കണ്ടപ്പോ ഡോക്ടേഴ്സ് അസോസിയേഷന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടപ്പോ അവൻ ഇപ്പൊ ഡോക്ടർ ആയിരുന്നു, അതും എന്റെ നാട്ടില്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അവൻ പറഞ്ഞു, അളയാ എനിക്ക് നിന്നെ കാണുമ്പോ അസൂയ അളയാ. ഞാൻ പറഞ്ഞു അതെന്ത്? നോക്കടാ, എന്റെ സീനിയേഴ്സും എന്റെ വലിയ എല്ലാം നിന്നെ കണ്ട് റെസ്പെക്ട് ചെയ്യുന്നു, കൊണ്ടിരുത്തുന്നു. ഞാൻ മാത്രം എന്താ അളിയാ? ഞാൻ പറഞ്ഞു എടാ, അന്നേ ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ ഫസ്റ്റ് വായിക്കും, നമുക്ക് ഉഴപ്പാ അളിയാ. നീയും കവിതയും ആക്ടറും ഒക്കെയാണ്, നീ കേട്ടില്ല. ഞാൻ ഒന്ന് ഉഴപ്പി ഇതുവരെ. നീ പഠിച്ച് ഒരു ഡോക്ടറായി, എന്നിട്ട് എന്നോട് അസൂയേ. ITI ആയിരുന്നു അല്ലേ? ITI. അത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. എന്തൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. വീട്ടുകാർ പറയുന്നു, ഞാൻ പോകുന്നു. പക്ഷെ എന്റെ ഉറക്കം കെടുത്ത സ്വപ്നം എന്ന് പറയുന്നത് സ്റ്റേജ്, സിനിമയൊക്കെ സ്വപ്നം കണ്ടപ്പോ പലരും പറഞ്ഞു പറ്റില്ല, കാരണം കൈ വിഷയമായതുകൊണ്ട്. പലരും പറഞ്ഞതല്ലേ എനിക്ക് തന്നെ അറിയാം. ഇപ്പൊ ചായ കുടിക്കുന്ന സീൻ വലത്തെ കൈ കൊണ്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കണം, അത് കുഴപ്പമാണല്ലോ. അപ്പൊ പറ്റില്ല എന്നാണ് എന്റെ അന്നത്തെ ഒരു ധാരണ. പിന്നീട് അത് മാറി. കാരണം ഞാനൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, താൻ കലക്കുന്നുണ്ടല്ലോ, സിനിമയിൽ എങ്ങനെ ട്രൈ ചെയ്തൂടെ? ഞാൻ പറഞ്ഞു ഇങ്ങനെ കൈ പ്രശ്നമാണ്, അത് ചായ കുടിക്കുന്നു. താൻ ഇത്രയും കാണിച്ചിട്ട് എന്റെ കൈയൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. ഞാൻ ഒന്നും കണ്ടില്ല, ഞാൻ ഒരുപാട് ചിരിച്ചോളടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നും വിഷയമല്ല. അങ്ങനെ സിനിമയോട് കമ്പം തോന്നി, അതിൽ അഭിനയിക്കണമെന്നായ അതിയായ ആഗ്രഹമായി. അത് പിന്നെ എന്നെ ഉറക്കം കെടുത്ത സ്വപ്നമായി മാറി. നേരത്തെ പറഞ്ഞ സംഭവം പിന്നെ അവിടെ അത് ചെയ്യണം. നമ്മൾ നന്നായിട്ട് സ്വപ്നം കണ്ടാൽ മതി. സ്വപ്നം കണ്ട് വീട്ടിൽ തന്നെ ഇരിക്കരുത്, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി വളരെ നന്നായിട്ട് ആത്മാർത്ഥത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇതുമല്ല ഇതിന്റെ വലിയ സംരംഭത്തിലെത്താൻ കഴിയും. ഈ പറഞ്ഞതൊരു വലിയ സത്യമാണ്. ഈ സത്യം പറഞ്ഞ ആളുടെ പേര്
പേരാണ് സുരാജ് വെഞ്ഞാറമൂട്. ശരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് എപ്പോഴാ പ്ലെയിനിൽ പറക്കണേ? 2002 ദുബായിൽ ഒരു ഷോ. പക്ഷെ നടക്കൂല്ലോ എന്ന് അറിയില്ല. അതുകൊണ്ട് പോണേന്റെ അന്ന് പുറത്ത് പറയാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ ഈ 12 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോ ഒരു 3-4 പേര് റെഡിയായി നിൽക്കുകയാണ്. സുരാജ്, ഇതെന്താ ഇത്, നിന്നെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, അയ്യോ അത് ദൂരെയായിരുന്നു പ്രോഗ്രാം, അത് കാരണം സ്വിച്ച് ഓഫ് ആയി പോയി മൊബൈൽ. സുരാജ്, ഇന്ന് 4:30 ഫ്ലൈറ്റ്, നമ്മളിത് എപ്പോഴേ നോക്കിക്കുന്നു, വരണ്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ഇന്നാണെന്ന് എന്റെ പറഞ്ഞില്ല, എന്തോ കമ്മ്യൂണിക്കേഷൻ എന്റെ വിട്ടുപോയി. അങ്ങനെ ഞാൻ നേരെ റൂമിൽ ചെന്ന് കുളിച്ചു. എന്റെ ബാഗ് ഒന്നുമില്ല. ആ കൂടി അന്നത്തെ 50 പൈസയുടെ ഒരു കവറുണ്ട്, പ്ലാസ്റ്റിക് ടെക്സ്റ്റൈൽസിന്റെ, രചിത ടെക്സ്റ്റൈൽസ് കാരേറ്റ് അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റൈൽസിന്റെ കവറും 2 ഷർട്ടും ഉണ്ട്, പാന്റും ഉണ്ട്, അതിന് വേണ്ട സാധനങ്ങളും ഉണ്ട്, സ്ഥാവര ജംഗമ വസ്തുക്കളും ഉണ്ട്. ഇതെല്ലാം എടുത്തിട്ട് അതിൽ നല്ല നോക്കി കിഴത്ത് എല്ലാം ക്ലിയർ ആക്കി പോയി കഷത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പോവാം. സാറ് എവിടെ? ദുബായിൽ. നീ 50 പൈസ കവറും കൊണ്ടാണ് ദുബായിൽ പോണത്, നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ ഒരു സ്കിറ്റ് കളിക്കുക പോരെ, എനിക്ക് അവിടെ ചെന്നിട്ട് തേച്ച് ഞാൻ ഇതിട്ടോളാം. ഒരു കാര്യം ഞാൻ നാണക്കേട അതിന് വാങ്ങിച്ചിട്ട് രാജാ സാഹിബ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പെട്ടിക്കകത്തിട്ട് കൊണ്ടുപോയാണ്. വീട്ടിൽ അറിയിച്ചിട്ടില്ല. എയർപോർട്ടിലെത്തി ബൂത്തിൽ കയറിയിട്ട് ഞാൻ വിളിക്കണം എന്റെ അമ്മയെ. അമ്മ, എന്തോ നോക്കളെ. ഞാൻ പറയാം, അമ്മ ഞാൻ ഗൾഫിൽ പോവാണേ. എവിടെ? ഗൾഫില്. എനിക്കൊന്നും അറിയണ്ട, ഇപ്പൊ ഇവിടെ വേണം. അല്ലമ്മ, ശരിക്കും ഞാൻ ഗൾഫിൽ പോകണം. മക്കളെ പറ്റൂല, എനിക്കിപ്പൊ നിന്നെ കാണണം, നീ ഇപ്പൊ ഇവിടെ വരണം. ഞാൻ പറഞ്ഞു, അമ്മ കുഴപ്പമൊന്നുമില്ല, ഇത്രയും ആൾക്കാരുണ്ട്. അങ്ങനെ 2-3 പേരെ കൊണ്ട് സംസാരിപ്പിച്ചു. ശരി മക്കളെ, എന്ന് പോയിട്ട് എത്ര മാസം കഴിഞ്ഞ് വരും? നാളെ തന്നെ വരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്നെ ഒരു നമ്പർ തന്നെ ചോദിച്ചു. ഒരു തൽക്കാലം നമുക്ക് സുദേവൻ എന്നിട്ടോ, സുദേവൻ എന്ന് പറയുന്ന ഒരാളുടെ നമ്പർ തന്നു. ഈ നമ്പർ ദുബായി ചെന്നിട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ വന്നിറങ്ങിയ ഉടനെ ഈ സുദേവനെയാണ് അന്വേഷിക്കുന്നത്. ലഞ്ച് കഴിക്കാനായിട്ട് താഴെ ഇറങ്ങിയപ്പോഴത്തേനും ഒരു മലയാളി അവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഫോണൊന്ന് തരൂ, എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ടിനെ വിളിക്കും. വിളിച്ചോ. ഫോൺ വാങ്ങിക്കുന്നു, ഈ നമ്പറിൽ വിളിക്കുന്നു. സംഭവം കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ടു ഇത് കേൾക്കണ്ടേ, തിരിച്ചു കൊടുത്ത് കുഴപ്പമില്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതാണ് ലക്ഷ്യം, പ്രോഗ്രാം കഴിഞ്ഞ് കയറുന്നതിന് മുമ്പ് ഈ പുറത്ത് ഇവിടുത്തെ ഇത് എന്താണെന്നൊന്ന് കാണണം. അപ്പൊ അതിന് സുദേവന്റെ നമ്പറും തന്നേക്കാണ്. തിരിച്ചു വന്നപ്പോ 4 മണിയായപ്പോ താഴെ ഇറങ്ങി. എല്ലാവരും 5 മണിക്ക് ഓഡിറ്റോറിയത്തിൽ എത്തണം. ബസ് വന്ന് കയറുന്നതിന് മുമ്പ് വീണ്ടും ആ മലയാളി അവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നുകൂടെ ഫോൺ തരൂ. പിന്നെന്താ വീണ്ടും വിളിക്കുന്നു. കിട്ടിയില്ലേ? ഞാൻ പറയില്ല. ശരിയേട്ടാ. അവിടെ ചെല്ലുന്നു, എന്റെ പ്രോഗ്രാം കഴിയുന്നു. നേരെ അവിടുന്ന് വീണ്ടും ബസ് കയറി ഈ ഹോട്ടലിൽ വന്നിറങ്ങുന്നു. നോക്കിയപ്പോ സ്പ്രിംഗ് മൂടി അവിടെ നിൽക്കുന്നു. വീണ്ടും ഞാൻ ചേട്ടാ ഒന്ന് ഫോൺ തരും. എന്തുകൂടെ ഇത്, ഇതുവരെ കിട്ടിയില്ലേ? വീണ്ടും ഞാൻ വിളിക്കും. അല്ല പ്രാന്തടുത്ത് കൊടുത്ത് ഞാൻ ഇല്ല, കിട്ടിയില്ല. ഞാൻ നേരെ റൂമിൽ ചെന്നു, ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത്, ഓക്കെ എടാ എല്ലാരും വണ്ടി കയറിക്കോ, ഇനി 2 മണിക്കൂറും കൂടെ ഉള്ളൂ, അതിന് മുമ്പ് ചെക്ക് ഇൻ ചെയ്യണം. നേരെ വണ്ടിയിലോട്ട് കയറാൻ നേരത്ത്, എടാ ദുഷ്ടാ ഞാനിവിടെ വന്നിരുന്നു എന്നെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ വണ്ടിയിലോട്ട് കയറാൻ നേരത്ത് നോക്കിയപ്പോ അതേ സ്പ്രിംഗ് മൂടിയാണ്. ഞാൻ ചേട്ടാ ഒന്നുകൂടെ ഫോൺ തരും. എടേ ഇയാളെ 3-4 ദിവസം ഇത് കിട്ടണില്ലേ? വീണ്ടും വിളിച്ചു, കിട്ടണില്ല ചേട്ടാ. ഏതാ നമ്പർ? ഞാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞു, ചേട്ടാ സുദേവൻ എന്ന് പറയുന്നത് നമ്പർ ഞാൻ അടിച്ചു. എടാ ഇത് എന്റെ നമ്പറാണല്ലോ, എന്റെ നമ്പറിൽ നീ എപ്പോഴും അടിച്ചു കഴിഞ്ഞാൽ അതിലെവിടെ കിട്ടാൻ? ഞാൻ കണ്ടുമുട്ടേണ്ടിരുന്ന കക്ഷിയാണ് രാവിലെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെന്ന് ഈ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് കേട്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമല്ല. ഞാൻ വണ്ടിയിൽ കയറിയത് ടാറ്റ കാണിച്ചുകൊണ്ട് പോയി. രാവിലെ മുതൽ അയാൾ അവിടെ ഉണ്ടായിരുന്നു. അതാണ് എന്റെ ആദ്യത്തെ പറക്കൽ. ആ പറക്കലില് ഞാൻ പേടിച്ചു പോയത്. ഫ്ലൈറ്റ് കയറി അവര് ഫുഡൊക്കെ തന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കൊന്ന് ബാത്റൂം വരെ പോകണം. കാര്യമൊക്കെ സാധിച്ചിട്ട് ഫ്ലഷ് ചെയ്ത് ഞാൻ. അമ്മ സത്യം, ഞാൻ വിചാരിച്ച് തകർന്നു, ഫ്ലൈറ്റ് തകർന്നു. ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ ഇത് അടിച്ചു പൊട്ടിക്കണോ എന്താണെന്നറിയില്ല. നന്നായിട്ട് ചിരിക്കുന്നു, നിനക്കും പറ്റിയിട്ടുണ്ടല്ലോ ഇമാതിരി. ഞാൻ എയർലൈൻ സ്റ്റാഫ് ആയിരുന്നു. അപ്പൊ എന്തായാലും വ്യക്തമാണല്ലോ. എന്റെ അമ്മ ഇത് എന്തൊരു ശബ്ദം. അങ്ങനെ പേടിച്ച് തകർന്നു വന്ന് അങ്ങനെ ആദ്യ പറക്കൽ അതായിരുന്നു. ഇപ്പൊ കൊറേ പറഞ്ഞല്ലോ എന്റെ അടുത്ത്, മിമിക്രി ചെയ്യാൻ ഇഷ്ടമാണ് പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ്, നല്ല അവതാരകനാണ്. ഇതിൽ ഏതാ ചെയ്യാൻ കൂടുതൽ താല്പര്യം? എല്ലാം. ശരി, അങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി അതായത് നമ്മളെ തിയേറ്ററിൽ ഇരിക്കുന്നു, നമ്മളുടെ മുഖം സ്ക്രീനിൽ കാണുന്നു, ആൾക്കാർ കൈയടിക്കുന്നു. ആ ഒരു ഓർമ്മ ഏത് സിനിമയ്ക്കാ ഉള്ളത്? എല്ലാ സിനിമയ്ക്കും ഉണ്ട്. ആദ്യം എന്ന് പറയാം സേതുരാമയ്യർ CBI എന്ന സിനിമ. അതിന് ഞാൻ ഒരു ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുറത്തുനിന്ന് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്താണ് ഞാൻ സേതുരാമയ്യർ CBI അഭിനയിച്ചിട്ട് അത് റിലീസ് തിരുവനന്തപുരത്ത് കൃപ്പായിലായിരുന്നു. അപ്പൊ എന്റെ പറഞ്ഞു, അളിയാ നിന്റെ പടം എടാ, നീ ഒരു സീനേ ഉള്ളൂ, ഭയങ്കര കൈയടിയടാ. ഞാൻ പറഞ്ഞു, പോടാ, ഓ നമുക്കിന്ന് ഫസ്റ്റ് ഷോയ്ക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഡി. അങ്ങനെ ഫസ്റ്റ് ഷോയ്ക്ക് എല്ലാരും കൂടെ പോയിരിക്കുകയാണ്. അപ്പൊ തിയേറ്ററിന്റെ ബാക്കിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നു. ആൾക്കാർ, സുരാ എന്താണ്? ഞാൻ അവിടെ ഉള്ള, നീ എന്താ ഇവിടെ? പടം കാണാൻ. അപ്പൊ ഞാൻ നേരെ തിയേറ്ററിൽ ചെല്ലുന്നു. അവിടെ ഇരുന്ന് ആലോചിച്ചാണ് മുമ്പ് ജഗദീഷ് ശ്രീമാറേട്ടൻ, പിന്നെ അതുപോലെ തന്നെ പപ്പുവേട്ടൻ, മാളേട്ടൻ, ഇവരുടെയൊക്കെ കോമഡി കണ്ട് ഞാൻ ഇരുന്ന് കൈയടിച്ചിട്ട് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ എന്റേതെന്നെങ്കിലും ഇതുവരെ വരും എനിക്ക് കൈയടിക്കാൻ. ഇവിടെ ഇരുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ആയിരിക്കോ?
ഞാൻ അവിടെ ഇരുന്നപ്പോ എന്റെ പോഷൻ കാണിച്ചു, അസല് കയ്യടിയിടും. ഞാൻ തന്നെ വിചാരിച്ചു ഇത് കൊള്ളാലോ. അമ്പിളിച്ചേട്ടന്റെ കൂടെയാ ആ ഷോട്ട്. അമ്പിളിച്ചേട്ടൻ ഒരു ഡയലോഗ് പറയുമ്പോ അതിനെ കളിയാക്കിക്കൊണ്ട് ഞാൻ തിരിച്ചു പറയും, ഇല്ല അതിന് നല്ല കയ്യടി ഇത് കൊള്ളാം കേട്ടാ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഒരു സന്തോഷം. ആൾക്കാർ തിരിച്ചറിഞ്ഞു. പിന്നെ അത് തിരിച്ചറിഞ്ഞേ നമ്മൾ ഇറങ്ങിയ തിയേറ്ററിന്റെ അവിടെയൊക്കെ നിക്കല്ലേ വെട്ടമുള്ള സ്ഥലത്ത്. ഒരു കാര്യമില്ലാണ്ട് അന്നൊരു പ്രത്യേകത എന്താടാ, വെറുതെ സുഹിത്ത് ഞാനുമായിട്ടും അല്ലാതെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതലും സംസാരിക്കുന്ന ആളല്ല. പക്ഷെ അന്ന് എന്തോ വെട്ടമുള്ള സ്ഥലത്ത് വരുമ്പോ നമ്മൾ കുറച്ചേരൊക്കെ നിന്ന് പിന്നെ എന്നിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും, നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്നു. ഭയങ്കര ഒരു സുഖം അത്. അന്ന് അവിടെ ഉള്ളവർക്ക് മുമ്പ് സുരാജ് താരം ഒന്ന് ഇതിന് മുമ്പ് പറയിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ബൈക്ക് ഓടിക്കണമെന്ന്. ഇതുവരെ ഓടിച്ചിട്ടില്ല എന്നുള്ളത് മറ്റാർക്കും അറിയില്ല. അപ്പൊ എന്റെ കൂട്ടുകാരൻ സെന്തിലിനൊരു ബൈക്കുണ്ട്. ആ ബൈക്ക് എടുത്തപ്പോ എനിക്ക് ഈശ്വര എന്നാ ഇനി ഇതുപോലെ ഒരു ബൈക്ക് ഓടിക്കാൻ പറ്റുന്ന ഇതൊക്കെയാണ്. പക്ഷെ കൂട്ടുകാരനുണ്ട്, എനിക്ക് ചോദിക്കാനും ഒരു ചമ്മലുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്തൊരു വർക്ക്ഷോപ്പുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ ഇതിന്റെ ഗിയർ എങ്ങോട്ടാണ് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു ഇതെടുത്താ എന്തിനാ കവാസാക്കി 2 സ്ട്രോക്ക് എടുക്കാത്തത്. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ അവന് പിടിയിട്ട് ഇവന് വണ്ടിയുടെ ആളാണ്. നീ ഇത് എങ്ങനെ മാമന് അന്നൊക്കെ നമുക്ക് മാമന് ലോറിയുണ്ട് മാമന് ബസ്സുണ്ടെന്നാണ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലാവരോടും പറയുന്നത് അല്ലേ, ഒരു കോപ്പും കാണില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ എന്റെ മാമന് ബുള്ളറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗിയറും പറഞ്ഞു കൊടുക്കും. അത് ഫസ്റ്റ് താഴെ ബാക്കിയെല്ലാം വേണ്ടു എല്ലാം പഠിച്ചു. ഞാൻ ബൈകാട്ടി ചെയ്തിട്ടല്ലേ പോകുന്ന. നമ്മളൊരു വിഷയത്തിൽ വൃത്തിക്ക് പറയുക. എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ബൈക്ക് എനിക്ക് ഓടിക്കുക, അതും അവൻ ഇന്നടെ ഓടിക്കുമെന്ന് പറഞ്ഞു തരണം. അല്ല ഡേയ് നീ ഓടിക്കോ, അങ്ങനെ ടെൻഷൻ അടിച്ച് തരരുത്. ഞാനും പതറും. അങ്ങനെ അവന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നു, ഫോറസ്റ്റ് 2 സ്ട്രോക്ക് എടുത്താൽ മതിയായിരുന്നു, അതാവുമ്പോ പിക്കപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അവൻ ശരിയാളിയാ. ഞാൻ ഇത് പിന്നെ കിടക്കിട്ട് വൈബ്രേറ്റ് ഒരു 90-ലൊന്നും പോകാൻ പറ്റില്ല. ഇതെല്ലാം എനിക്ക് ഇവിടുന്ന് തരുന്ന ഇൻഫർമേഷനാണ്. ഇതെല്ലാം പറഞ്ഞപ്പോ അവൻ എന്റെ ആരാധകനായി. എന്തിലും എന്നിട്ട് ഞാൻ പറഞ്ഞ വീട്ടിൽ പോയി ഉണ്ടാന്ന് പറഞ്ഞിട്ട് ചിറങ്ങിരുന്ന് അവന്റെ ബൈക്കിന്റെ പുറകെ കയറി. എന്നിട്ട് ഞാൻ ഓടിക്കാനോ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞില്ല അവൻ എനിക്ക് തരണം, എനിക്ക് ഒറ്റയ്ക്ക് വേണം. അങ്ങനെ നേരെ എന്റെ വീടിന്റെ അവിടെ പുറത്ത് ഒരു ജംഗ്ഷൻ ഉണ്ട്, ചാവടി നട എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാം. ഓപ്പോസിറ്റ് ഒക്കെ മുറുക്കാൻ കടയൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വെട്ടിക്കടകളൊക്കെ ഉണ്ട്. അവിടെ വണ്ടി ഒതുക്കി ഞാൻ ഈ വണ്ടിയിൽ അങ്ങ് കയറിയിരുന്നു. അപ്പൊ ഓപ്പോസിറ്റുള്ളവരെല്ലാരും ഇങ്ങനെ നോക്കുകയാണ്, സുരാജ് ബൈക്കിൽ എന്തോടെ ഞാൻ പറഞ്ഞു ഒന്നുമില്ലാട്ടാ ചാവി ഇരിക്കണം. അപ്പൊ സെന്തില് വേണമെങ്കിൽ ഒന്ന് കറങ്ങിട്ട് വേടാ പറഞ്ഞു. അവൻ പറയണം. അതിനാണ്ട് ഞാൻ പിന്നെ ഇതെടുത്തിട്ട് ഫസ്റ്റ് ഇട്ട് പുതിയ വണ്ടിയാണെന്ന് ആലോചിക്കണം. എടുത്ത് ഇന്നലെ എടുത്തേ ഉള്ളൂ. അപ്പൊ അതിന്റെ പവറും പുള്ളിങ്ങും എല്ലാം നമുക്ക് അറിയാന്നുള്ളതേ ഉള്ളൂ. ഞാൻ എടുത്തിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പതിയെ ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്തു. എപ്പോഴോ കയ്യിൽ നിന്ന് ക്ലച്ച് വിട്ടു. ആക്സിലേറ്ററും കൂടി ഈ വണ്ടി ഇങ്ങനെ നിക്ക 90 ഡിഗ്രി. ഞാൻ ഇങ്ങനെ ആകാശവും കാണുന്നു, ഞാനും വണ്ടി. അതേപോലെ ഞാൻ അമ്മേന്ന് വിളിച്ചു. എങ്ങനെയാണെന്ന് അറിയില്ല ശാലിനി, കാരണം അവരുടെയൊക്കെ പ്രാർത്ഥനയോ. ഇങ്ങനെ 90 ഡിഗ്രി നിൽക്കുന്ന ആകാശം നോക്കി നിൽക്കുന്ന ബൈക്ക് ഞാനും കൂടെ നേരെ കറക്റ്റ് ലാൻഡ് ചെയ്തു. ഫ്രണ്ടിലോട്ട് ലാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ നിന്ന് ഞാൻ ഇതെല്ലാം, അതായത് മരിച്ചുപോയി വീട്ടിൽ റീത്തൊക്കെ ആൾക്കാർ കൊണ്ടുവയ്ക്കുന്ന സ്വപ്നത്തിലല്ല യാഥാർത്ഥ്യമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാരും വരുന്നു റീത്ത്. കാര്യം ആകാശം ഞാനും വണ്ടി മാത്രമേ ഉള്ളൂ. 90 ഡിഗ്രി പോയ സാധനം അതേപോലെ തന്നെ ലാൻഡായി, കറക്റ്റ് സേഫ് ലാൻഡ്. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ക്ലച്ചൊക്കെ ഇങ്ങനെ പിടിച്ചങ്ങ് വെച്ച് എന്നിട്ട് 2 ശ്വാസം വിട്ടിട്ട് അവനെ നോക്കിയപ്പോ ഓപ്പോസിറ്റ് ഇവൻ താരമാണ്. ഓപ്പോസിറ്റ് ഇങ്ങനെ എടാ ഇവൻ അഭ്യാസിയടേ. ആദ്യം ഞാൻ അഭ്യാസി എന്ന് പറഞ്ഞത് ആ ഓപ്പോസിറ്റ് മണികണ്ഠൻ ചേട്ടൻ, അങ്ങനെയുള്ള കുറെ ചേട്ടന്മാരാ. ഇവിടെ ഇവന്റെ റിയാക്ഷൻ കാണണ്ടേ? ആരുടെ? സെന്തിൽ നാരങ്ങളുമായിട്ട് എന്റെ വണ്ടി പോയോ തിരിച്ചു വന്നപ്പോഴാണ് അവനും വിചാരിച്ചു, അവനും മനസ്സിലായി സുരാജ് ആള് ചില്ലറയല്ലേ എടാ. പിന്നെ അനുസരിച്ച് നീ ഇടാ ഞാൻ ബാക്കി ഇരിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, കാര്യം മറ്റേത് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വണ്ടി എടുക്കൂ. പിന്നെ ഞാൻ പറഞ്ഞേ നീ എടുത്തോ, എനിക്ക് വിറയില് നിന്നിട്ടില്ലാന്ന്. കൈ ഇങ്ങനെ കിട്ടിക്കിട്ട് അടിക്കുന്നു. അങ്ങനെ മണികണ്ഠൻ ചേട്ടനാണ് ആദ്യം പറഞ്ഞത് നീ താരമാടയെന്ന്. എത്ര സ്റ്റേജ് ഷോ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും? എണ്ണ എടുക്കാൻ പറ്റുമോ? എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഒരു 10,000-ന് മേളിൽ ചെയ്യാനാണ് ചാൻസ്. 5000 സ്റ്റേജോ? പിന്നെ ഞാൻ ഇത് എത്ര വർഷമായി ശരിക്കും ഒരു 22 വർഷം കൊണ്ടായി. സ്റ്റേജ് ഷോ സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ടോ? പിന്നെ കുറെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഞാൻ തന്നെ ചെയ്യും. സ്വന്തം സംവിധാനം ചെയ്ത ഏതെങ്കിലും ഒരു സ്കിറ്റ് പാളിപ്പോയി ചീമോട്ടേർ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ പാളിപ്പോയി ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ അല്ലാതെ ഒരു മരണവീട് സ്കിറ്റ് ഉണ്ട്, അതിന് തെറിയും അടിയും കിട്ടിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഒരു സ്ഥലത്ത് ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ പ്രോഗ്രാമിന് വിളിച്ചു. പറഞ്ഞ അനുസരിച്ചിട്ട് എഗ്രിമെന്റ് പ്രകാരം നമ്മൾ അവിടുന്ന് തിരിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പകുതി വരെ എത്തിയപ്പോൾ ഇവിടുന്ന് ഫോൺ വിളിച്ചു പറഞ്ഞിടൂ ഇന്ന് പ്രോഗ്രാം എന്തായാലും നടക്കത്തില്ല, കമ്മിറ്റി
കമ്മിറ്റിയിലെ ഒരാളുടെ അങ്കിളിനെ മരിച്ചുപോയിന്ന്, അപ്പൊ അതുകൊണ്ട് നടക്കത്തില്ല. പറഞ്ഞു അയ്യോ ചേട്ടാ അതെന്താണ്, അല്ല അങ്ങനെയാണ് ഒരു 2 കരക്കാർ നിങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്, നോക്കട്ടെ നിങ്ങൾ എന്തായാലും പോര് എന്ന് പറഞ്ഞപ്പോ ഫൈനലി അവർ പറഞ്ഞു ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്തോ, പക്ഷെ അരോചകം ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പ്രോഗ്രാം ചെയ്തു. ഫസ്റ്റ് സ്കിറ്റ് മരണ വീടാ. ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കും, ഭാര്യ ഇരുന്ന് കരയും, അയ്യോ കാണുന്നില്ലേ. അപ്പൊ ആൾക്കാർ വന്നിട്ട് കാണുന്നില്ലേ, കിടക്കല്ല, അതല്ല കഴുത്തിൽ കിടന്ന 1.5 പവന്റെ മാല കാണുന്നില്ലേ, ഇങ്ങനെ പറയും. എങ്ങനെ ചേച്ചി അദ്ദേഹം മരിച്ചതെന്ന് ചോദിക്കും. അപ്പൊ ആനപ്പുറത്തിരുന്ന് ബീഡി വലിച്ചാണ് മോനെ, പാറപ്പുറം എന്നും പറഞ്ഞോണ്ട് ആനപ്പുറത്ത് കുത്തിയാണിച്ച് ആന തൂക്കിയെടുത്ത് തറയടിച്ചത്, ആ മുഖം ബ്ലിങ്ങിപ്പോയി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്കിറ്റ്. ശരിക്കും ആന ചവിട്ടി മരിച്ച ആളാണ് ആ കമ്മിറ്റിയിലെ ഒരാള്. പിന്നെ വല്ലതും കേൾക്കണോ, അവസാനം എന്താ അടി കിട്ടിയത്, ഈ കരഞ്ഞോണ്ടിരുന്ന അവനൊക്കെ പിടിച്ചടിച്ചവര് കിട്ടി. ആ സ്കിറ്റിൽ ഞാൻ ഇല്ലല്ലോ, ആ സ്കിറ്റിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വരും, വേറൊരു സ്കിറ്റ് ഞാൻ ലീഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇത് അവര് ലീഡ് ചെയ്തോട്ടെ, സമാസമായിരിക്കണമെന്ന് കരുതി. അങ്ങനെ കമ്മിറ്റിക്കാർ വന്നിട്ട് പിന്നെ അവനെ നൈറ്റിയിലാണ് അവൻ വീട്ടിൽ പോയത്. ഇവിടെ വന്ന് പാന്റ് ഷർട്ടൊക്കെ ഇട്ട് ഇൻസർട്ട് ചെയ്താ. പിന്നെ ബസ് സ്റ്റാൻഡിൽ നൈറ്റിയിൽ ഇരിക്കുന്നു, കല്ലറ ബസ് സ്റ്റാൻഡില്. ഞാൻ വണ്ടിയൊക്കെ എടുത്തിങ്ങ് വന്നപ്പോ നിങ്ങൾ ഇപ്പോഴാന്നുള്ള അപ്പൊ ഇത് മാറ്റിയില്ല. എവിടെ മാറ്റാന്ന്, ഞാൻ ഈ ആലിന്റെ ചൂട്ടിൽ ഇങ്ങനെ മാറി നിൽക്കണ്ടേ, നീ എങ്ങനെയെങ്കിലും പറ. കാര്യം ചെയ്യട്ടെ, സെൽഫി ഭ്രാന്തനാണോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് സെൽഫി എടുക്കുന്നതിനോട് വലിയ യോജിപ്പില്ലാത്ത ആളാണ്. എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ എടുത്തിട്ടുണ്ട്. അത് എത്രണ്ണം? അങ്ങനെ ഒരുപാടൊന്നുമല്ല. സ്വന്തം പേജ് ആരാ, ഫേസ്ബുക്ക് പേജ് ആരാ മെയിൻറ്റെയിൻ ചെയ്യണേ? ഞാൻ തന്നെയാണ്. അതിലുള്ള സെൽഫികളുടെ എണ്ണമേ അത്രയും എണ്ണം ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങനെ പറയുമ്പോഴല്ലേ ആൾക്കാർ എന്തെങ്കിലും കമന്റ് പറയും, ഓ സെൽഫി എടുക്കാൻ ഇഷ്ടമല്ലടാ. സെൽഫി എടുക്കുന്നതിനും ഉണ്ട് ഒരു മര്യാദ. ചില ആൾക്ക് ഒരു കോമൺ സെൻസും ഇല്ലാതെ ആദ്യമേ അവന്റെ തോളിൽ ഇങ്ങനെ പിടിച്ച് കൊരവള്ളിയിൽ പിടിച്ചെന്ന് കയറ്റി അങ്ങ് ഇറുക്കി വെച്ചിട്ട് ഈ ലൈറ്റുള്ള സ്ഥലത്ത് ഇവന് ഈ കയ്യിലിരിക്കുന്ന മൊബൈലില്ലേ ഇതിങ്ങനെ ചരിയും, ഇതിനനുസരിച്ചിട്ട് എന്റെ കഴുത്തും ഇങ്ങനെ ആക്കും, ഇങ്ങനെ വലിച്ചു കൊണ്ട് നടക്കും. ഇപ്പൊ ഞാൻ സ്വന്തം ഫേസ്ബുക്ക് പേജ് നോക്കിയപ്പോഴും ഇഷ്ടം പോലെ താരങ്ങളുടെ കൂടെ സെലിബ്രിറ്റീസിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഇഷ്ടമല്ല. അതിലെന്തെങ്കിലും അപാകത ഉണ്ടോ നോക്കൂ. ഒന്നുമില്ല. തോളിലോ ഇല്ലെങ്കിൽ പെടലിയിലെങ്ങാനും പിടിച്ചു. എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ കഴിവും ശ്രമിച്ചിട്ടുണ്ട്. ആരെങ്കിലും ചെന്നിട്ട് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എന്റെ മുഖം കാണുമ്പോ അവർ പറയും എടുത്തോളാം. ആണല്ലേ? ഞാൻ കരഞ്ഞ് കാല് പിടിച്ചല്ലേ നിൽക്കുന്നത്, പ്ലീസ് ഒരു ഫോട്ടോ. കൂടെ നിന്ന് ഫോട്ടോ എടുത്തവരിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ സെൽഫി ആരുടെ കൂടെയായിരുന്നു? അപ്പൊ ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എല്ലാവരുമായിട്ടും നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചു. അന്ന് ശ്രീശാന്ത് അവിടെ ഇല്ലല്ലോ, ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ശ്രീശാന്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ അവരുമായിട്ട് പരിചയപ്പെടാനും ഫോട്ടോ ഒക്കെ എടുക്കാം. അന്ന് പക്ഷെ സെൽഫി ഇല്ല, പക്ഷെ നമ്മൾ തന്നെ സെൽഫി എടുക്കുമല്ലോ, മാക്സിമം ഒക്കെ എടുത്തു ഞാൻ. പിന്നെ വേറൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഉഗാണ്ടയിൽ പോയി. ഞാൻ ഫാമിലി ആയിട്ടാ പോയത്. അപ്പൊ അവിടെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡാൻസ് നടക്കുകയാണ്. അവിടെ ഒരു കർമ്മനുണ്ട്, ഒരു വിളിമ്പിയുണ്ട്. അവർക്ക് ചുറ്റും അവിടുത്തെ ട്രഡീഷണൽ ഡാൻസർ വന്നിട്ട് പച്ചിലയൊക്കെ വെച്ച് കെട്ടിയ ഭയങ്കര ഡാൻസ് ഇതൊക്കെ നടക്കുന്നു. ഞാൻ ഇതിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്തു. അപ്പൊ ആ പെണ്ണിന്റെ അടുത്ത് നിന്നിട്ട് ഈ കർമ്മൻ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. ഞാൻ പറഞ്ഞു എക്സ്ക്യൂസ് മീ, അദ്ദേഹത്തിന് ഇങ്ങോട്ട് മാറ്റിട്ട് ഞാനും ആളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പൊ എന്റെ ഭാര്യ ഇങ്ങനെ വിളിക്കുകയാണ്, കൈയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കുകയാണ്. ഇദ്ദേഹം അവരും കൂടെ ഇറങ്ങി നേരെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇറങ്ങി എന്റെ പിന്നാലെ നടന്നു വരുന്നു. അതിന്റെ പിന്നാലെ എല്ലാ ആൾക്കാരും ഇങ്ങനെ നിൽക്കുകയാണ് സെൽഫിക്ക്, ഫോട്ടോസിന്. ഞാനിത് കണ്ട് ഇത് ആരുടെ കയ്യാ ഞാൻ പിടിച്ചു മാറ്റിയത്, ഫൗളായോ? അപ്പൊ ബൗൺസേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്, അവരൊക്കെ എന്നിങ്ങനെ നോക്കുന്നു. അവരെയും കൈവെട്ടിച്ചാ ഞാൻ അവിടെ ചെന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ആ കക്ഷി മറ്റാരും അല്ല, ബ്രെയിൻ ലാറ. ഞാൻ കിടുങ്ങിപ്പോയി. മനസ്സിലായില്ലേ? ഇല്ല, അങ്ങനെയുടെ ഗേൾഫ്രണ്ടാ, അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നീട് ബ്രെയിൻ ലാറെ പരിചയപ്പെട്ട് അദ്ദേഹമായിട്ട് ഫാമിലി സഹിതം ഫോട്ടോ ഒക്കെ എടുത്ത്. അബദ്ധം പറ്റിയത് അറിഞ്ഞില്ല, അതുകൊണ്ട് എന്നെ നടന്ന് തല്ലൊന്നും വാങ്ങിച്ചില്ല. മോറൽ ഓഫ് ദി സ്റ്റോറി. അതെ, ഞാൻ 5 വാക്ക് പറയും. ഇത് കേൾക്കുമ്പോ ആദ്യം എന്താണോ മനസ്സിൽ വരുന്നത് അത് പറഞ്ഞാൽ മതി. കൊലക്കി കൊടുക്കുക. ഡോക്ടർ ബിജു, സംവിധായകൻ, പേരറിയാത്തവർ. എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു. വേറൊന്നുമല്ല, അവാർഡ് കിട്ടിയതിന് ശേഷം 150 ചാനലുകളുണ്ട്. ഇതെല്ലാം കൂടെ വന്ന് എന്നെ കവർ ചെയ്യാനായിട്ട് വരികയാണ്. ബെസ്റ്റ് ആക്ടർ അദ്ദേഹം ഇനി സംസാരിക്കണം. അപ്പോ ഞാൻ പതിയെ അവിടുന്ന് സ്കിപ്പായി മാറി വേറൊരു സ്ഥലത്തോട്ട് വന്നപ്പോ എന്നോട് ഡോക്ടർ ബിജു സാർ എന്ന് പറഞ്ഞു, സുരാജ് ചായ കുടിച്ചോ? ഞാൻ പറഞ്ഞില്ല. എന്നാ വാ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നേരെ ഈ 150 ചാനലിന്റെ ഫ്രണ്ടിൽ കൊണ്ടങ്ങിട്ട് ഇട്ടിട്ട് പറഞ്ഞു അവർക്ക് ഇന്റർവ്യൂ ഉടനെ. അവര് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദിയാണോ, ഇംഗ്ലീഷാണോ, തെലുങ്കാണോ, കന്നഡയാണോന്ന് ഏതാന്ന് എനിക്കറിയില്ല. അവര് ഇങ്ങോട്ട് വന്നിട്ട് ക്യാമറ എടുത്ത് വെച്ചിട്ട് ഞാൻ താങ്ക്സ് ടു ഓൾമൈറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കഥാപാത്രം ഇതാണ്, ഒരു സാധാരണ റോഡ് ക്ലീൻ ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് അവർ പറയുന്ന പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല എന്നാണ്. അപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു.
അങ്ങനെ കൊല്ലത്തും പരിസരത്തുമാണ് ഷൂട്ടിംഗ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് ഡയറക്ടർക്കും താങ്ക്സ് പറഞ്ഞിട്ട് പോയി. ദാനധർമ്മൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിന് ഓർമ്മ വരും. ഒരു TV ചാനലിൽ അദ്ദേഹത്തിന്റെ ഷോ ഹിറ്റായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടൊപ്പം എനിക്ക് ദുബായിൽ ഒരു പ്രോഗ്രാമിന് അതിന് വേണ്ടിയിട്ട് പോകാനുള്ള ഇടയായി. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ കാണുന്നത് എന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആണ്. ക്യൂവിനിങ്ങനെ ആൾക്കാർ നിൽക്കുകയാണ്. ബിവറേജിൽ പോലും അത്രയും വലിയ ക്യൂ ഞാൻ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ റൂമിൽ ഒരുപാട് ഗിഫ്റ്റുകളുമായിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ചെല്ലുക, അദ്ദേഹത്തിന്റെ ഒരു ബ്ലെസ്സിങ് ഇങ്ങനെ തലയിൽ ഒരു ദർശനം. അപ്പൊ അതിങ്ങനെ കൊടുക്കണം. ആ ദാനം അല്ലെങ്കിൽ ആ കൊടുക്കുന്നത് കണ്ട് ഞാൻ തന്നെ അന്തം വിട്ടു പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ചെന്ന് പറഞ്ഞു, അണ്ണാ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ക്ലോക്ക് ഞാൻ എടുക്കും, നിങ്ങളൊന്നും പറയരുത്. ഞാൻ എടുത്തോണ്ട് വന്നു. സുരാജ് വെഞ്ഞാറമൂടാണ് എന്റെ ഷോയില് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് പേര് ചില ചോദ്യങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടാ പിക്ചർ. ഇത് എവിടെ സ്ഥലം? അത് കുറെ മഞ്ഞൊക്കെ ആയിട്ട്, കോടമഞ്ഞൊക്കെ ആയിട്ട്. ഇത് ഊട്ടിയിലാണ്. ഊട്ടിയിൽ ഇത്ര മഞ്ഞോ? ഊട്ടിയുടെ വേറൊരു ധ്രുവമാണ്. കളർഫുൾ ഷർട്ട് ആണല്ലോ. അത് സംഭവം എനിക്ക് ആ ഷർട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഈ ഷർട്ടിന്റെ വില വെറും 750 രൂപയാണ്. ഈ മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചിലപ്പോ 1300, 1500, 2000 രൂപയുടെ ചില നല്ല കിടില ഷർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയി എടുക്കും. ഇട്ടുകൊണ്ട് വന്നിട്ട് എന്റെ സുഹൃത്തുക്കൾ പറയും, കണ്ടടാ ഷർട്ട്, കൊള്ളാം, ഇത് എത്ര രൂപടാ? 1500 ആളെയാ. 1500 വാടാവേ എന്ന് പറയും. ഇപ്പൊ ഞാൻ 750 ഷർട്ട് ഇട്ടിട്ട് അതേ രഞ്ജു തന്നെ എന്നോട് ചോദിച്ച്, ഡാ ഇത് കൊള്ളാലടാ, ഇത് അടിപൊളി, ഇത് എത്രയാണെന്ന് നീ പറ. 12 രൂപ ആയി കാണും. 10,000 അല്ല 10 എന്തായാലും നീ അങ്ങനെയുള്ള റേഞ്ചല്ലേ എടുക്കൂ. ഞാൻ തന്നെ ഞെട്ടി. 750 രൂപയാടാ എന്ന് പറഞ്ഞപ്പോ അവനും ഞെട്ടി. അതാണ് ആ ഷർട്ട്. ഈ ഷർട്ട് ഇട്ട പടത്തിന് താഴെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സാജൻ ചോദിച്ചിരിക്കുകയാണ്, ചെറുപ്പത്തിൽ എക്സാമിന് കോപ്പി അടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടോ? ശരിക്കും കോപ്പി അടിച്ചത് ഞാനാ. പിടിച്ചത് നല്ലൊരു പയ്യനെ. എന്റെ കൂടെ ഇരിക്കുന്ന ആരാണ്, അളയാ എനിക്കൊന്ന് കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ഓക്കെ. ഞാൻ അന്നും അക്ഷരങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ അവൻ വാങ്ങുന്ന അതേ പേന തന്നെ ഞാനും വാങ്ങിയിട്ട് അവന്റെ തന്നെ പേപ്പർ എടുത്ത് വെച്ചിട്ട് അത് തന്നെ ഇങ്ങോട്ട് പകർത്തിക്കൊണ്ടിരുന്നു. അവൻ എനിക്ക് നേരത്തെ തന്നെ ഇങ്ങ് തന്നു. ഞാൻ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇത് എഴുതി തീർന്നപ്പോ അവനെ എഴുതി തീർന്നു. അപ്പൊ അവന്റെ പേപ്പർ അവൻ പിടിച്ചതാ. ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞിട്ട് എന്റെ പിടിച്ചതും ടീച്ചർ കണ്ട്, ആരും സ്റ്റാൻഡ് പഠിക്കുന്ന കുട്ടികളെ കണ്ടെഴുതുന്നോ, എന്താ പുറത്തേക്ക്. അവനെ ക്ലാസ്സിന് പുറത്തും ഞാൻ അകത്തും. കോപ്പി അടിച്ചത് ഞാൻ പിടിച്ചത് അവനെ. അവനൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് എന്റെ പേപ്പറാണെന്ന് പറഞ്ഞാൽ അടി കിട്ടും. വിശ്വസിക്കില്ല. ഞാൻ അത് തന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കാം. ഞാൻ ഇത് എന്റെ പേപ്പർ എന്ന് പറഞ്ഞു അവനെന്തായാലും പുറത്താക്കിയല്ലോ. എന്നിട്ട് എന്നെ ടീച്ചറുടെ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറഞ്ഞു, മോൻ എഴുതിക്കോളാം, ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എഴുതിക്കോളാം. സത്യം. അപ്പോഴാണ് ഞാൻ എന്റെ ദൈവമേ തല ഇറങ്ങണ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അവിടെ ഇരുന്നിട്ട് അന്തസ്സായിട്ട് ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി വെച്ച് പിറ്റേന്ന് പേപ്പർ തന്ന ഫസ്റ്റ് പേരെന്റെ വിളിച്ചു, സുരാജ് സ്റ്റാൻഡ് അപ്പ്. ഓക്കെ മോനെ, നീ ബാക്കിൽ തന്നെ എന്നിരുന്നു, നിന്റെ സ്ഥാനം അവിടെയാ, നീ പഠിച്ചിട്ടൊന്നും കാര്യമല്ലടാ, പോയി വല്ല സിനിമയിലെങ്ങനെ അഭിനയിക്ക്. സത്യം എന്നാ ടീച്ചർ പറഞ്ഞത്. സുരാജ് വെഞ്ഞാറമൂട് എന്ന നടനെ ഞാനിവിടെ സ്പോട്ട്ലൈറ്റിൽ പരിചയപ്പെടുത്തിയത് പല ജോണറിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് തെളിഞ്ഞൊരാളെന്ന് പറഞ്ഞിട്ടാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ മിമിക്രി ചെയ്തതിനെ കുറിച്ചും അവതാരകനായി തിളങ്ങിയതിനെ കുറിച്ചും അങ്ങനെ പലതിനെ കുറിച്ച് സംസാരിച്ചില്ലേ നമ്മള്. ശരി, ഇതിനോടൊപ്പം തന്നെ ഒരു നല്ല ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് അല്ലെ. അതും ജീവനില്ലാത്ത വസ്തുവിന് വരെ ശബ്ദം കൊടുത്ത മഹാനാണ് എന്റെ മുന്നിലിരിക്കുന്നത്. മര്യാദരാമൻ എന്ന് പറഞ്ഞ സിനിമയിൽ സൈക്കിളിന് കൊടുത്തു. പിന്നെ ശിവ എന്ന് പറയുന്ന സിനിമയിൽ രാജൻ പി ദേവ് സാറിന് കൊടുത്തു. അങ്ങനെ കൊടുക്കേണ്ടി വന്നേ. അന്ന് അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു, അമേരിക്കയിൽ അവിടെ ഷോയ്ക്ക് പോയ സമയത്ത് വിത്ത് പെർമിഷനോട് കൂടിയാ ഞാൻ ഡബ് ചെയ്ത്. ഒന്ന് എടുത്തേ നോക്കട്ടെ. അന്നത്തെയാണ് വിട്ടുപോയി. എടാ കഴിവേരിക്ക മോനെ, എടാ നിന്റെയൊക്കെ ഇപ്പൻ വെട്ടുതോമാ. പണ്ട് എനിക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എടാ പന്ന പുല്ലുകളെ. ചീത്ത മാത്രമേ വരുള്ളൂ അല്ലേ? അല്ല, പുള്ളി അത്തരത്തിലുള്ള വാചകങ്ങളാണ് കൂടുതലും സിനിമയിൽ പറഞ്ഞ് ക്ലിക്കാക്കിയിട്ടുള്ള ഡയലോഗ്സ്. എഴുതി തന്ന ഡയലോഗ് അല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അതെ, എന്റെ ക്രിയേറ്റിവിറ്റി അല്ല. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യാത്തോണ്ട് ഈ മൈക്ക് ഞാൻ ഓഫ് ചെയ്യാൻ പോണ്. എന്റെ അല്ല, എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സാക്ഷാൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ. അപ്പൊ ഈ ഒരു 4 മണിക്കൂർ ഉണ്ടായിരുന്ന